നമ്മൾ മലയാളികളുടെ വികാരമായ പൊറോട്ടയായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ട്രൈ ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടിയാലോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മുട്ടയും കൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തന്നെ നമുക്കൊരു നനഞ്ഞ തുണിയൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാൻ അതിനെ തന്നെ ബോൾസ് ആക്കിയിട്ട് അതുമ്പോൾ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് ഒരു നനഞ്ഞ പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് കവർ ചെയ്ത്, എനിക്ക് തുണിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയും വെക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് അതിനെ എടുത്ത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് നല്ലോണം ഒന്ന് തിന്നാക്കി പരത്തി കൊടുത്തിട്ട് അതൊന്ന് കീറാനായിട്ട് എൻ്റെ വേറെ ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചപ്പാത്തി ചുടണ കയ്യിൽ വെച്ചിട്ട് ഞാൻ അതൊന്നും ഇങ്ങനെ കീറിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടർത്തി നമ്മൾ പൊറോട്ടയ്ക്ക് ചുരുട്ടണ പോലെ ഒന്ന് ചുരുട്ടി അങ്ങനെ 4 ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ അതും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെടുക്കുക, പരത്തുക, അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ പൊറോട്ടയ്ക്ക് അനിവാര്യമായതാണല്ലോ അടികൾ തൊഴികൾ, അതുപോലെ ഒന്ന് അടിക്കുക, ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എല്ലാം കൂടി വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. വലിയ തരക്കേടില്ലാത്ത ലുക്കൊക്കെ ഉണ്ടല്ലേ, നിങ്ങളൊന്ന് കണ്ടിട്ട് പറയണേ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊറോട്ടയുടെ. അപ്പോൾ എനിക്കിവിടെ ബീഫ് കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാമ്പാറും കൂട്ടി അങ്ങനെ പൊറോട്ട കഴിച്ചു. അവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.